ഐഷു, നീ ഇപ്പോ ഓക്കെയല്ലേ? കുഴപ്പമില്ല. അല്ല ഐഷു, ദേ ഇങ്ങോട്ട് നോക്കിയേ. ഇന്നലെ ശരിക്കും എന്താ ഉണ്ടായേ? അത് പിന്നെ പറയുന്നേ. ഇന്നലെ ഞാന് ബാത്റൂമത്തെ ടാപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോവാൻ നേരത്ത് അച്ഛമ്മ വിളിച്ച്. അങ്ങനെ ഞാൻ താഴത്തേക്ക് പോയി നിന്നോട് അടയ്ക്കാൻ പറഞ്ഞിട്ട്. നീയാണെങ്കിൽ ടാപ്പ് അടയ്ക്കാൻ പോയോടത്ത് ഞാൻ വന്ന് നോക്കുമ്പോ ബോധം പോയി കിടക്കുന്നേ. എന്തുവാ ഉണ്ടായേ? നീ എന്തിനെങ്കിലും കണ്ട് പേടിച്ചതാണോ? എന്തിനാ കണ്ട് പേടിക്കാൻ? ഞാനൊന്നും കണ്ട് പേടിച്ചതൊന്നുമല്ല. അല്ല, നീ എന്തോ എന്റെ അടുത്ത് മറക്കുന്നുണ്ട്. ഇന്നലെ ശരിക്കും എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെന്താന്ന് നീ പറയാണ്ട് ഞാൻ വിടത്തില്ല. പറ ഐഷു. ഒന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഐഷു കളിക്കല്ലേ, എന്തുണ്ട് നീ പറ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് മിണ്ടത്തന്നില്ല പറഞ്ഞേക്കാം. അങ്ങനൊന്നും ഇല്ലാനോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഇന്നലെ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അത് നീ എന്നോട് പറയണ്ട്, ഞാൻ നിന്നെ വിടത്തില്ല. പറ ഐഷു, എന്താണെങ്കിലും എന്നോട് പറ. ഞാനില്ലേ കൂടെ. നീ എന്തിനാ പേടിക്കുന്നേ? പ്ലീസ് പറയുന്നേ, പറ. ഇന്നലെ നിനക്ക് ഞാൻ പറഞ്ഞ ആ കരയുന്ന സൗണ്ട് കേട്ടായിരുന്നോ? നിന്റെ പുറകില് ആരെങ്കിലും ഉള്ളതായിട്ട് നിനക്ക് തോന്നിയായിരുന്നോ? എന്താണെങ്കിലും എന്നോട് പറ ഐഷു. ഇത്രയൊക്കെ ചോദിച്ചിട്ട് നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? പറ, ഇന്നലെ എന്താ സംഭവിച്ചേ? പറയുന്നേ. നിന്നോടല്ലേ ഒന്നും ഇല്ല ഇല്ലെന്ന് പറയുന്നേ. പിന്നെയും ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാ? ഐഷു, നിനക്കെന്താ പറ്റി? നിന്റെ കണ്ണൊക്കെ എന്താ ഇങ്ങനെ ചുവന്നിരിക്കുന്നേ? ഓ എന്റെ അനുവേ, നീ ഇതെന്താ പണിയാ കാണിച്ചേ? ഇന്നലെ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നേരത്തെ കിടക്കാന്ന്. ഇപ്പതേ നോക്കിയേ, നേരം വൈകി കിടന്നിട്ടെ ഞാൻ എണീക്കാൻ തന്നെ നേരം വൈകി പോയി. അല്ല, നീ ചായ കുടിച്ചോ? ഇവക്കെന്താ പറ്റി? ഇവളെന്താ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? എന്താടി ചോദിച്ച കേട്ടില്ലേ? ചായ കുടിച്ചോന്ന്. കുടിച്ചോ? ഇല്ല ഇല്ല, കുടിച്ചതായിട്ട് ഓർമ്മയില്ല. ഓ, ഞാൻ എണീക്കാൻ വേണ്ടി കാത്തു നിന്നതായിരിക്കും അല്ലേ? എന്നാ നീ വെയിറ്റ് ചെയ്യട്ടോ. ഞാൻ വേഗം പോയി ബ്രഷ് ഒക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാട്ടോ. ആയിക്കോട്ടെ. ഐഷു, എന്താടി? അല്ല, നീ ഇപ്പോ ശരിക്കും നീ തന്നെയാണോ? നിനക്കെന്താ പറ്റിയത് പെണ്ണേ? രാത്രി ഉറക്കമില്ലാഞ്ഞിട്ട് അങ്ങ് വട്ടായോ? അതെ, അത് പിന്നെ എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ പോയിട്ട് വേഗം ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടാ? ശരിടി. ഐഷു, ഐഷു, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. പെണ്ണിനെ കൊണ്ട് അല്ലേ പെണ്ണേ, നിനക്കെന്താ പറ്റിയേ? അതെ, ഒറ്റൊരു കാര്യം ചോദിക്കാനാ. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചേ? നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്കെന്താ ഒരു വട്ടം പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ഐഷു, എന്നെ എന്റെ വഴിയിൽ വിടുന്നതാ നിനക്ക് നല്ലത്. എന്റെ വഴിയിലെങ്ങാനും മുറുക്കിട്ട കൊന്നു കളയും ഞാൻ. ഐഷു കുയിഷു വിളിച്ച് എന്റെ പിന്നാലെ നടക്കാൻ നിർത്തിക്കോ. ഞാൻ നിന്റെ ഐഷു അല്ല, മായയാ, മായ. പൊയ്ക്കോ, അതാ നിനക്ക് നല്ലത്. ഈ കൊച്ചു കേരളത്തില് ഇതെന്തൊക്കെ നടക്കുന്നേ? എന്നേക്ക് കഷ്ടം ഉന്നെ കൊണ്ട് രക്തത്തെ കുടിച്ച്. എന്താ ചേച്ചി, എന്താ പറ്റി?
രക്ഷയില്ലട്ടോ. സൂപ്പർ ഡൂപ്പർ ആയിട്ടുണ്ട്. അല്ലടി മോളെ, അപ്പത്തേക്ക് എണീച്ചോ? രണ്ടെണ്ണം കൂടി കഴിക്കായിരുന്നില്ലേ? ഓ ഇല്ല ആന്റി ഇല്ല, ഇനി ഒരെണ്ണം പോലുള്ള ഗ്യാപ്പ് പോലില്ല. വയറത്രയ്ക്ക് ദമ്മാണ്. അല്ല കുറുമ ഇഷ്ടായോ? പിന്നെ അല്ല, എല്ലാം കിടക്കാഴ്ചയായിരുന്നേ. അല്ലാനോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരണ്ടേ? നീ ഇതവിടെ പോയതാ? അത് പിന്നെ ഞാന് അല്ല ആന്റി, ഇതൊക്കെ വയ്യേ? രാവിലെ മുതലേ ഒരു ഞെളിപിളിയാണല്ലോ. അതാ ഇപ്പൊ ഞാനും ചോദിച്ചേ, എന്താന്ന് ആർക്കറിയാം? അല്ലടി പെണ്ണെ, നീ എന്താ പറയണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താ? അത് പിന്നെ അമ്മന്റെ അടുത്ത് പനീന്റെ ഗുളിക ഉണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. പനീന്റെ ഗുളികയെ? അല്ല അതിന് നിനക്ക് പഠിക്കുന്നുണ്ടോ? അത് പിന്നെ ഇപ്പൊ ഇല്ല, വൈകാണ്ട് വന്നോളും. അമ്മന്ന് പെട്ടെന്ന് എടുത്ത് വെക്കണേ, ഞാനിപ്പോ വരാം. അല്ല ഈ പെണ്ണിന് എന്ത് പറ്റി? ഹലോ നിക്കേ, ഞാനും വരുന്നേ. സീതേ ട്രീറ്റോ ഒന്ന് പോയേടാ. ഞങ്ങൾ എന്നെ ഫ്രീ ആയിട്ടാ വന്നേക്കണേ. അപ്പഴാ അവന്മാരൊരു ട്രീറ്റ്. അല്ല പിന്നെന്തൊക്കെയാ നമ്മളെ ചെക്കന്മാരൊക്കെ എന്ത് ചെയ്യാ? അത് ശരി. എന്തായാലും നമുക്ക് വന്നിട്ട് ചെറിയൊരു ട്രിപ്പ് സെറ്റ് ആക്കാന്നേ. അല്ല പിന്നെ ആരോട് പറയൂ ആരോടാ ഞാനൊന്ന് പറയാ? ഈശ്വരാ, ആരെങ്കിലും എന്റെ കണ്ണിൽ കാണിച്ചോണ്ടാ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടൂ. അല്ലാതെണ്ടെങ്കിൽ അറ്റാക്കം വന്ന് ചാവും ഞാന്. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യട്ടോ. ഡേ നീ ഇതെങ്ങോട്ടാ? ഞാനോ? നിന്നെ തന്നെ. അല്ല എങ്ങോട്ടാ? ആർക്കറിയാം എങ്ങോട്ടോ? എന്തോന്ന്? നീ ഒന്നൊരു കാര്യം ചെയ്. വെറുതെ നിൽക്കുവല്ലേ, കിച്ചണിൽ പോയിട്ടേ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു 3-4 വെള്ളപ്പവും കുറച്ച് കറി ഒഴിച്ചെടുത്തോണ്ട് പോവാ. അതിനെ നിനക്കാന്ന് ആരാ പറഞ്ഞേ? അതെ എനിക്കാ. പോയി എടുത്തുവാ. ഒന്നും അല്ലെങ്കിലും അവളെ ഏട്ടനല്ലേ ഞാന്. എന്നിട്ട് ആ ഒരു റെസ്പെക്ട് കാണിക്കുന്നുണ്ടോ? ഇതിനൊക്കെയുള്ളത് ശരിയാക്കി തരുന്നുണ്ട് ഞാന്. എന്താളിയാ പറഞ്ഞേ? അതൊന്നുമില്ലടാ. എന്നാ ശരി, ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിച്ചാട്ടെ. രാവിലെ മുതലൊന്നും കഴിച്ചില്ലേ, നല്ല വിശപ്പ്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാട്ടോ. അല്ല ഇവളെന്താ എനി തുറച്ചു നോക്കിയോണ്ട് നിക്കണേ? ഇനി ചിലപ്പോ അനുവങ്ങാനെ അപമാനിപ്പിച്ചത് കണ്ടിട്ട് നിൽക്കുന്ന നിൽപ്പായിരിക്കോ? ഏയ് അങ്ങനൊന്നും ആയിരിക്കത്തില്ല. എന്തേ ഇവളെന്തിനപ്പം ഇങ്ങോട്ടേക്ക് വരുന്നേ? അല്ല എന്റെ കാര്യം ചോദിച്ച കേട്ടില്ലേ? എന്താന്ന്? അപ്പോ ഇങ്ങോട്ടേക്കല്ലേ വന്നേ? ഈ റിസോർട്ടിൽ എത്തിയപ്പോഴത്തേക്കും എല്ലാരും എന്തോ പ്രാന്താലയത്തിൽ എത്തിയാ മതിയാ. ഇപ്പൊ എന്ത് ചെയ്യുന്നു ആർക്കറിയാൻ പറ്റും? എടാ വിശന്നിട്ട് വയ്യ, ഞാൻ തന്നെ പോയി എടുത്ത് കഴിക്കട്ടെ.